രാമം രത്നകിരീടകുണ്ടലധരം കേയൂരഹാരാന്വിതം സീതാലങ്കൃതവാമഭാഗമമലം സിംഹാസനസ്ഥം പ്രഭും സുഗ്രീവാദിസമസ്തവാനരഗണൈ സംസേവ്യമാനം സദാ വിശ്വാമിത്രപരാശരാദിമുനിഭിः സംസ്തൂയമാനം ഭജേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 68-ാമത്തെ സർഗം. സീതാ സമാശ്വാസന കഥനം. സീതയെ സമാശ്വസിപ്പിച്ചതിനെ പറ്റിയിട്ട് ഹനുമാൻ പറയാണ്. അതാഹമുത്തരം ദേവ്യാ പുനരുക്താസ സംഭ്രമ തവ സ്നേഹ നരവ്യാക്ര സൗഹാർദ്ദാദനുമാന്യവൈ. പുരുഷോത്തമ, അങ്ങയോടുള്ള സ്നേഹത്താലും എന്നോടുള്ള സൗഹാർദ്ദത്താലും തിരിച്ചു പോരാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നോട് ഭാവി കാര്യങ്ങളെപ്പറ്റി ദേവി വീണ്ടും പറഞ്ഞു. ഏവം ബഹുവിധം വാച്യോ രാമോ ദാശരഥിസ്ത്വയാ യഥാം ആമാപ്നുയാ ശീഘ്രം ഹത്വാ രാവണമാഹവേ. രാവണനെ യുദ്ധത്തിൽ വധിച്ച് വേഗത്തിൽ എന്നെ വീണ്ടെടുക്കാനാവും. മറ്റിൽ പല വിധത്തിൽ ഭവാൻ ദാശരഥിയായ രാമനോട് പറയണം. യതിവാ മന്യസേ വീരാവസേ ഗാഹമരിന്ദമ കസ്മിൻശ്ചിത് സംവൃതേ ദേശേ വിശ്രാന്തശ്യോ ഗമിഷ്യസേ. ശത്രുനാശകനായ വീര, കഴിയുമെങ്കിൽ ഏകാന്തമായൊരു ദിക്കിൽ ഒരു ദിവസം വിശ്രമിച്ച് നാളെ പോകാം. മമ ചാപ്യൽപഭാഗ്യായ സാന്നിധ്യ തവ വീര്യവൻ അസ്യ ശോകവിഭാഗസ്യ മുഹൂർത്തം സ്യാത് വിമോക്ഷണം. വീര, ഭവാൻ അടുത്തുണ്ട് എന്നിരിക്കിൽ മന്ദഭാഗിയും പാപിനിയുമായ എൻ്റെ ശോകത്തിന് അല്പം ശമനം ലഭിക്കും. ഗതേഹി ത്വയി വിക്രാന്തേ പുനരാഗമനായ വൈ പ്രാണാനാമഭിസന്ദേഹോ മമസ്യാന്നത്ര സംശയ. പരാക്രമശാലിയായ ഭവാൻ പോയിട്ട് വീണ്ടും വരുമെങ്കിലും പോയാൽ എൻ്റെ പ്രാണന് ആപത്ത് സംഭവിക്കും, സംശയമില്ല. തവാദർശന ജശോകോ ഭൂയോ മാം പരിതാപയേത് പരാഭൂതാം ദുർഗതാം ദുഃഖഭാഗിനിം. ദുഃഖത്തിനുമേൽ ദുഃഖം അനുഭവിക്കുന്ന, ദുഃഖത്തിൽ ആണ്ടുമുങ്ങിയിരിക്കുന്ന ഭാഗ്യഹീനയായ എന്നെ ഭവാനെ കാണാതിരുന്നാലുള്ള ശോകം കൂടുതൽ കൂടുതൽ ദുഃഖിപ്പിക്കുന്നതാണ്. അയം ജവീര സന്ദേഹസ്തിഷ്ഠദീപമമാഗ്രത സുമഹാംസ്ത്വൽ സഹായേഷു ഹര്യക്ഷേഷു ഹരീശ്വര. വാനരോത്തമ, ഭവാന്റെ സഹായികളായ ഋഷവാനരന്മാരുടെ കാര്യത്തിൽ ഇതേവരെ തീരാത്ത വലിയൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. കഥം നുകലു ദുഷ്പാരം തരിഷ്യന്തി മഹോദതിം താനി ഹര്യക്ഷസൈന്യ സൈന്യാനി തൗവാ നരവരാത്മജോ. കഥം നുകലു ദുഷ്പാരം തരിഷ്യന്തി മഹോദതിം താനി ഹരിഋക്ഷസൈന്യാനി തൗവാ നരവരാത്മജോ. ആ ഋക്ഷവാനര സേനകളും രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാരും കടക്കാൻ വിഷമമേറിയ മഹാസമുദ്രം എങ്ങനെ തരണം ചെയ്യും? ത്രയാണാമേവ ഭൂതാനാം സാഗരസ്യാസ്യ ലംഘനേ ശക്തി സ്യാദ് വൈനദേയസ്യ തവ വാ മാരുതസ്യ വാ. ഈ സമുദ്രം തരണം ചെയ്യാനുള്ള ശക്തി ജീവികളിൽ വായുവിനും ഗരുഡനും ഭവാനും മാത്രമാണല്ലോ ഉള്ളത്. തതസ്മിൻ കാര്യനിര്യോഗേ വീരൈവം ദുരതിക്രമേ കിം പശ്യതി സമാധാനം ബ്രൂഹി കാര്യവിധം വര. കാര്യജ്ഞോത്തമനായ വീര, ദുഷ്കരമായി കാര്യം നിർവഹിക്കുവാൻ അങ്ങ് എന്തൊരു ഉപായമാണ് കാണുന്നത്, പറഞ്ഞാലും. കാമമസ്യ ത്വമൈവേക കാര്യസ്യ പരിസാധനേ പര്യാപ്ത പരമീരത്ന യശസ്യസ്തേ ബലോദയ. ശത്രുഹന്താവേ, ഈ കാര്യം ഫലസിദ്ധിയിൽ എത്തിക്കാൻ ഭവാൻ ഏകൻ മതി. തന്മൂലമുണ്ടാകുന്ന കീർത്തി ഭവാന് സിദ്ധിക്കുകയും ചെയ്യും. ബലേ സമഗ്രേ രതിമാം ഹത്വാ രാവണമാഹവേ വിജയീ സ്വാം പുരീം രാമോ നയേതത് സ്യാദ്യശസ്കരം. ശ്രീരാമൻ സൈന്യസമേതം വന്ന് രാവണനെയും സേനകളെയും വധിച്ച് വിജയം ഭരിച്ച് എന്നെ സ്വന്തം നഗരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെങ്കിൽ അത് യോഗ്യവും യശസ്കരവുമായിരിക്കും. യഥാഹം തസ്യ വീരസ്യ വനാതുപതിനാഹൃത രക്ഷസാ തദ്ഭയാദേവ തദാനാർഹതി രാഘവ. രാമനെ ഭയപ്പെട്ട രാക്ഷസൻ വനത്തിൽ നിന്ന് എന്നെ ചതിച്ചാണല്ലോ അപഹരിച്ചു കൊണ്ടുവന്നത്. രാഘവൻ അപ്രകാരം നേരിൽ വന്ന് യുദ്ധം ചെയ്യാതെ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ആ വീരയോദ്ധാവിൻ്റെ വീരപരാക്രമത്തിന് അനുയോജ്യമായിരിക്കുകയില്ല. ബലൈസ്തു സങ്കുലാം കൃത്വാ ലങ്കാം പരബലാർദ്ധന മാം നയേദ്യതികാകുൽസ്തസ്യ സദൃശം ഭവേത്. ശത്രു സൈന്യ സംഹർത്താവായ കാകുൽസ്ഥൻ സൈന്യസമേതം വന്ന് ലങ്കയെ തവിടു പൊടിയാക്കി എന്നെ വീണ്ടും കൊണ്ടുപോവുകയാണെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ യശസ്സിന് യോജിച്ച കാര്യം.
തദ് യഥാ തസ്യ വിക്രാന്തം അനുരൂപം മഹാത്മന ഭവത്യാഹ പശൂരസ്യ തഥാ ത്വം ഉപപാദയ. അതിനാൽ യുദ്ധവീരനായ മഹാത്മാവിൻ്റെ വീരപരാക്രമങ്ങൾക്ക് അനുരൂപമായ വിധം ഭവാൻ വേണ്ട വിധം ചെയ്താലും. തദർത്ഥോപഹിതം വാക്യം പ്രശ്രിതം ഹേതു സംഹിതം നിശമ്യാഹം തതശേഷം വാക്യമുത്തരമബ്രവം. അർത്ഥഗർഭിതവും കാര്യകാരണസഹിതവും വിനയാനിതവുമായ വാക്യം കേട്ട് പറയാനുണ്ടായിരുന്ന ബാക്കി കാര്യങ്ങൾ ഞാൻ മറുപടിയായി അറിയിച്ചു. ദേവി ഹർഷ്യ സൈന്യാനാം ഈശ്വരപ്ലവതാം വര സുഗ്രീവതത്വസമ്പന്ന സ്തവാർത്തേ കൃതനിശ്ചയ. ദേവി ഋഷ്യവാനര സൈന്യനാഥനും വാനരോത്തമനുമായ സുഗ്രീവൻ പ്രബലനും ഭൗതിയെ വീണ്ടെടുക്കുന്ന കാര്യത്തിൽ ദൃഢനിശ്ചയം ചെയ്തവനും ആകുന്നു. തസ്യ വിക്രമസമ്പന്ന സത്വവന്തോ മഹാബലാഹ മനസങ്കൽപ്പസമ്പാദ നിദേശേ ഹരയസ്ഥിതാഹ. അദ്ദേഹത്തിൻ്റെ ആജ്ഞാകരന്മാരായ വാനരന്മാരാകട്ടെ വിക്രമശാലികളും അജഞ്ചലചിത്തരും മഹാബലശാലികളും നിശ്ചയാനുസാരം പ്രവർത്തിക്കാൻ കഴിവുള്ളവരും ആണ്. യേശാംനോപരി നാഥസ്ഥാന്നതിര്യക്സജ്ജതേ ഗതിഃ നജ കർമ്മസു സീദന്തി മഹൽസ്വമിത തേജസ. അവരുടെ ഗതി തടസ്സപ്പെടുത്താൻ മുകളിലോ താഴെയോ വിലങ്ങനെയോ ആരുമില്ല. അമിത തേജസ്വികളായ അവർ ഏതു മഹത്തായ കാര്യത്തിലും വാടിത്തളർന്ന് പോകുന്നവരല്ല. അസകൃത്തേർ മഹാഭാഗേർ വാനരേർ ബലദർപ്പിതേഹി പ്രദക്ഷിണീകൃതാ ഭൂമിർ വായുമാർഗാനുസാരിവേ. വായുമാർഗാനുസാരം സഞ്ചരിക്കുന്നവരും ബലദർപ്പിതരും മഹാനുഭാഗന്മാരുമായ ആ വാനരന്മാർ പലവട്ടം ഭൂമിയെ പ്രദക്ഷിണം ചെയ്തവരാണ്. മദ് വിശിഷ്ടാശ്ച തുല്യാശ്ച സന്ധി തത്ര വനൗകസ മത്തപ്രത്യവരക്കശ്ചേ നാസ്തി സുഗ്രീവസന്നിധോ. സുഗ്രീവ സംഘത്തിൽ എന്നേക്കാൾ മികച്ചവരും എന്നെപ്പോലെ ഉള്ളവരുമായ എത്രയോ വാനരന്മാരുണ്ട്. എന്നാൽ എൻ്റെ താഴേക്കിടയിലുള്ളവർ ആരുമില്ല. അഹം താവതിഹ പ്രാപ്ത കിം പുനസ്തേ മഹാബലാഹ നഹി പ്രകൃഷ്ട പ്രേഷ്യന്തേ ഹിതരേ ജനാഹ. വിശിഷ്ട വ്യക്തികളെ ദൂതരായി അയക്കാറില്ല. ദൂതരായി നിശ്ചയിക്കുന്നതും അയക്കുന്നതും സാധാരണക്കാരെയാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഞാൻ കൂടി ഇവിടെ എത്തിയെന്ന് വന്നാൽ മഹാബലവാന്മാരായ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? തതലം പരിതാപേന ദേവി മനോവ്യപൈതുതേ ഏകോൽപാദേന വൈലങ്കാം യശ്യന്തി ഹരിയൂതപാഹ. ദേവി ദുഃഖിച്ചിരിക്കുന്നത് മതി. ദുഃഖത്തെ ഉള്ളിൽ നിന്ന് പുറത്താക്കുക. വാനരേന്ദ്രന്മാർ ഒരൊറ്റ ചാട്ടത്തിന് ലങ്കയിൽ എത്തിച്ചേരും. മമ പൃഷ്ഠഗതോ തൗജ ചന്ദ്രസൂര്യ വിബോധിതോ തോൽസകാശം മഹാഭാഗേ നൃസിംഹമാഗമിഷ്യത. മഹാഭാഗേ, ഉദിച്ചുയർന്ന ചന്ദ്രസൂര്യന്മാരെ പോലുള്ള ആ രണ്ട് പുരുഷ കേസരികളും എൻ്റെ പുറത്തു കയറി ഭൗതിയുടെ തിരുമുമ്പിലെത്തും. അരിഗ്നം സിംഹസങ്കാശം ക്ഷിപ്രം ദൃശ്യതിരാഘവം ലക്ഷ്മണഞ്ചാധനുഷ്പാണിം ലങ്കാദ്വാരമുപസ്ഥിതം. ശത്രുസംഹാരകനും സിംഹതുല്യനുമായ രാഘവനും ധനുർബാണവാണിയായ ലക്ഷ്മണനും ലങ്കാദ്വാരത്തിൽ എത്തി നിൽക്കുന്നത് ഭൗതി ഉടനെ കാണും. നഗദംഷ്ടായുധാൻ വീരാൻ സിംഹശാർദൂല വിക്രമാൻ വാരണേന്ദ്രാവാൻ ക്ഷിപ്രം ദൃശ്യസി സംഗതാൻ. നഗദംഷ്ടകൾ ആയുധങ്ങളാക്കിയ സിംഹശാർദൂല വിക്രമന്മാരായ ഗജേന്ദ്ര തുല്യരായ വാനരവീരന്മാർ കൂട്ടം കൂട്ടമായി ഇവിടെ വന്നു ചേർന്നതായി ഭൗതിക്ക് ഉടനെ കാണാൻ കഴിയുന്നു. ശാർദൂലം പറയുമ്പോൾ പുലി. ശൈലാംബുത നികാശാനാം ലങ്കാമലയസാനുഷു നർദ്ദതാം കവിമുഖ്യാനാം അജിരാജോഷ്യതിസ്വനം. ലങ്കയിലെ പർവ്വതസാനുക്കളിൽ മലകളും കാർമേഘങ്ങളും പോലെ ഭീമശരീരികളായ വാനരന്മാർ അട്ടഹസിക്കുന്നത് താമസിയാതെ ഭൗതിക്ക് കേൾക്കുമാറാകും. നിവൃത്തവനവാസം ജാത്വയാ സാർദ്ധമരിന്ദമം അപക്ഷിക്തമയോധ്യായം ക്ഷിപ്രം ദൃശ്യതി രാഘവം. രാഘവൻ ശത്രുക്കളെ സംഹരിച്ച് വനവാസം പൂർത്തിയാക്കി ഭൗതിയോടുകൂടി അയോധ്യയിൽ ചെന്ന് പട്ടാഭിഷേകം ചെയ്യപ്പെടുന്ന രംഗം വേഗം ഭൗതിക്ക് കണ്ട് ആനന്ദിക്കുവാൻ സാധിക്കും. തതോ മയാ വാഗ്മേരദീനഭാഷിണ ശിവാഭിരിഷ്ടാഭിരഭിപ്രസാദിത ജഗാമശാന്തിം മമ മൈഥിലാത്മജ തവാഭിശോകേന തഥാഭിവേദിത. അങ്ങയെക്കുറിച്ചുള്ള ചിന്തയിലുദിച്ച ശോകത്താൽ മതിക്കപ്പെട്ട മനസ്സോടുകൂടിയ മൈഥിലി
ഹിതകരങ്ങളും മംഗളപ്രദങ്ങളുമായ എൻ്റെ സാന്ത്വന വചനങ്ങൾ കേട്ട് സന്തുഷ്ടയും ശാന്തചിത്തയുമായി വർത്തിക്കുന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ അഷ്ടഷഷ്ടീതമ സർഗ. 68ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. ഇനി സുന്ദരകാന്ഡവും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളെ മുതൽ യുദ്ധകാന്ഡം. എല്ലാവർക്കും നമസ്കാരം. യുദ്ധകാന്ഡത്തിലെ ശ്രുത്വാ ഹനുമതോ വാക്യം യഥാവതഭിഭാഷിതം രാമപ്രീതി സമായുക്തോ വാക്യം ഉത്തരമബ്രവീത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.